ചായ എടുക്കട്ടെ? എന്താ നിന്റെ തീരുമാനം? ഈ ജോലി വേണ്ടെന്ന് വെച്ചോ? നിനക്കറിയാലോ നമുക്കൊരുപാട് ഫിനാൻഷ്യൽ ലയബിലിറ്റീസ് ഉണ്ടെന്ന്. ക്യാഷ് റോളിങ് ഇനി എന്തായാലും നടക്കില്ല. ജോലിക്ക് പോകാൻ താല്പര്യമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല, മോനെ ഈ പ്രായത്തിൽ മറ്റൊരാളുടെ കയ്യിൽ കൊടുക്കാൻ തോന്നുന്നില്ല. അങ്ങനെയൊക്കെ നോക്കിയാൽ ജീവിക്കാൻ പറ്റുമോ? വാ കയറിയോ? ആ ഓ നാശം, എന്തൊരു ബഹളമായത്! കുട്ടികൾക്ക് നീ പാല് കൊടുത്തില്ലേ? ഞാൻ നേരത്തെ കൊടുത്തതാണല്ലോ. ഓ എന്നാ ഒന്നുകൂടെ കൊടുക്ക്. എന്നിട്ട് വല്ല കാര്യം ഉണ്ടായോ? വലിയ പ്രായം. ദൈവം നിങ്ങൾക്ക് മക്കള് തന്നില്ലെങ്കിലും നാട്ടുകാർ തരുന്നുണ്ടല്ലോ വിത്ത് പേയ്മെന്റ്, അല്ലേ? അതെ അതെ അതെ. സജിത്തേട്ടാ, ഓടി വാ. സജിത്തേട്ടാ, എന്താ? ഓടി വാ. എന്തു പറ്റി? എന്താ മോനെ? എന്താ? ഹോസ്പിറ്റലിൽ പോവാ. മോനെ വിഷ്ണു, ഇരിക്കൂ. ഡോക്ടർ, എന്റെ മോൻ എന്താ പറ്റിയത്? അത് പറയാം. ഇതിനു മുമ്പ് കുട്ടി എപ്പോഴെങ്കിലും ബ്ലഡ് വൊമിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല ഡോക്ടർ, എന്റെ മോൻ ഒന്നുമില്ലായിരുന്നു. വേറെ എന്തെങ്കിലും അസുഖത്തിന് മെഡിസിൻ കഴിക്കുന്നുണ്ടോ? ഇല്ല, ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല, ഒന്നും കൊടുക്കാറുമില്ല. നിങ്ങൾ ഈ കുട്ടിക്ക് മുലപ്പാലല്ലാതെ വേറെ എന്തൊക്കെയാണ് സാധാരണ കൊടുക്കാറുള്ളത്? ഭയപ്പെടാനൊന്നുമില്ല. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഹി വിൽ ബി ഓൾ റൈറ്റ്. പിന്നെ വളരെ ശ്രദ്ധയോടെ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വിഷയമാണിത് കേട്ടോ. ഞാൻ ഊഹിച്ചത് ശരിയാണെങ്കിൽ എന്താ ഇവിടെ വരുന്ന കുട്ടികൾക്ക് നീ എന്താടി കൊടുക്കാറ്? എന്തു കൊടുക്കാൻ? കഴിക്കാൻ എന്താ കൊടുക്കാറെന്നോ? സത്യം പറഞ്ഞോ, എന്റെ അമ്മ ഹോസ്പിറ്റലിൽ സീരിയസ് ആയി കിടക്കുക. അവനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ കൊല്ലും ഞാൻ. നീ പറയില്ല, പോലീസിനോട് പറഞ്ഞാ മതി. സത്യം പറഞ്ഞോ, അതാ നിനക്ക് നല്ലത്. ഞാൻ പറയാം. കുട്ടികൾ കൂടുതൽ ബഹളം വെക്കുമ്പോ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഏട്ടൻ നാട്ടിൽ തോണ്ടുന്ന ഗുളിക പാല് കലക്കി കൊടുക്കാറുണ്ട്. നീ ഒരു മനുഷ്യ സ്ത്രീയാണോടി? നീ എന്തായി കാണിക്കുന്നത്? പോലീസിനെ വിളിച്ച് സംഭവം വഷളാക്കരുത്. ബേബി സിറ്റിംഗ് ഇവിടെ ഇല്ലീഗലാണ്. കുട്ടികളെ കൊടുക്കുന്നത് നമ്മളും കൂടും. ഇതിന്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് എനിക്കറിയുമോ? ഡെയിലി നീ ഗുളികകൾ കൊടുത്താൽ
കുട്ടികളുടെ ലിവറും കിഡ്നിയും വരെ ദ്രവിച്ചു. കുട്ടികളുടെ വില അറിയണമെങ്കിൽ പ്രസവിച്ചു പോറ്റി വളർത്തണം. അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോനെ, എന്താ എന്തു പറ്റി? നമ്മുടെ മോൻ ദേ, ഞാനൊരു ദുസ്വപ്നം കണ്ടു. അതൊരു പുതിയ കാര്യമല്ലല്ലോ. മൊബൈലിൽ വരുന്ന എല്ലാ വീഡിയോസും കണ്ട് ആസ്വദിക്കല്ലേ നിന്റെ ഹോബി. അതിന്റെ ഹാങ് ഓവർ ആയിരിക്കും. ഇറ്റ്സ് അൺബിലീവബിൾ. ഇങ്ങനൊക്കെ സംഭവിക്കുമോ? മേ ബി ഓർ മേ നോട്ട് ബി. ഫേസ്ബുക്കിലും വാട്സാപ്പിലും നമ്മളൊരു ദിവസം എത്രയോ വീഡിയോസ് കാണുന്നു, അത് ഷെയർ ചെയ്യുന്നു. നമ്മളതിൻ്റെ സോഴ്സ് ഒന്നും തിരക്കാറില്ല, ശരിയല്ലേ? പിന്നെ ആ സ്ത്രീ പറഞ്ഞതുപോലെ ഇതൊരു ദുസ്വപ്നമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.